ഹായ്, എൻ്റെ കൂടെ നിന്നുള്ളത് ആദിത്യനാണ്. തിരുവനന്തപുരത്ത് നിന്നുള്ള ആദിത്യൻ നമ്മുടെ ജെഇ അഡ്വാൻസ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണിപ്പോൾ. നമുക്ക് ആദിത്യൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദിത്യൻ്റെ പെർസെൻറ്റേജിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചും ബാക്കിയുള്ള സൈലത്തിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ആദിത്യന് പറയാനുണ്ട്. നമുക്ക് ആദിത്യനിലേക്ക് കിടക്കാം. ഹായ് ആദിത്യൻ. ഹായ്. ആദിത്യൻ എങ്ങനെയാണ് ശരിക്കും സൈലത്തെക്കുറിച്ച് അറിയുന്നത്? സൈലത്തിലേക്ക് എങ്ങനെയാണ് വന്നത്? ഞാൻ ആദ്യം +2 ലൈവുകൾ എക്സാമിനുള്ള മാരത്തോൺ ലൈവ് അതെല്ലാം കണ്ടിട്ടാണ് അറിയുന്നത്. ഓക്കെ, +2 എക്സാമിന് നല്ല സ്കോർ ആയിരുന്നു. +1 ലൈവ് കണ്ടു തുടങ്ങി. എന്നിട്ട് +1 അത്യാവശ്യം നല്ല സ്കോർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് +2 ട്യൂഷന് ചേരാന്ന് വെച്ചു. അങ്ങനെ സൈലത്തിൽ ചേർന്ന് അപ്പോഴാണ് സൂപ്പർ കിങ്സിനെ കുറിച്ച് അറിയുന്നത്. നമ്മുടെ ട്യൂഷൻ പ്ലസ് എൻട്രൻസ് ബാച്ചിനെ കുറിച്ച് അല്ലേ? ട്യൂഷൻ പ്ലസ് ബാച്ചിനെ കുറിച്ച് അങ്ങനെ അതിലേക്ക് കയറി. പക്ഷെ അത് കയറിയിട്ട് പിന്നെ അധികം ക്ലാസ് ഒന്നും കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് സ്കൂളും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. എന്നാലും +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വലിയ മാർക്കുണ്ടെങ്കിലും എല്ലാത്തിനെ കുറിച്ച് വലിയ ഐഡിയ ഇല്ല. അതായത് കൺസെപ്റ്റൽ ആയിട്ടുള്ള ഒരു ക്ലാരിറ്റി പലപ്പോഴും ഇല്ലായിരുന്നു അല്ലേ? മാർക്ക് ഉണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പരീക്ഷയ്ക്ക് ആൻസർ ചെയ്യാനുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ബേസ് തീരെ ഉണ്ടായിരുന്നില്ല അല്ലേ? അങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ച് തീരുമാനിച്ചത്. അതിന് സ്റ്റേറ്റ് ആയിരുന്നു CBSE ആയിരുന്നു? സ്റ്റേറ്റ് ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ച് സൈലത്തിൽ ജോയിൻ ചെയ്ത് ജെയുടെ ക്ലാസ്സുകൾ കണ്ടു തുടങ്ങി. ഒരു സ്റ്റേറ്റ് പൊതുവെ വരാറുള്ള സ്റ്റേറ്റ് സിലബസിൽ വരുന്ന കുട്ടികൾക്ക് ജെയുടെ ക്ലാസ്സുകൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാര്യങ്ങൾ മനസ്സിലാക്കാനും മുന്നോട്ട് പോകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സ്ലോ ആയിരിക്കും എന്നൊക്കെ പലപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആദ്യത്തിനുണ്ടായിരുന്നു? അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, പഠിപ്പിക്കുന്നുണ്ട്. ആദ്യത്തിന് ഓൺലൈൻ ബാച്ച് ആയിരുന്നു അതോ ഓഫ്ലൈൻ ആയിരുന്നു? ആദ്യം ഓൺലൈൻ ആയിരുന്നു. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞിട്ട് ഓഫ്ലൈൻ വന്നു. ഓക്കെ. അപ്പോൾ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ശരിക്കും എങ്ങനെയുണ്ടായിരുന്നു? ഓൺലൈൻ ക്ലാസ് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാ സാറുമാരും ബേസ് തന്നെ പഠിപ്പിച്ചു വന്നുകൊണ്ട് എല്ലാം മനസ്സിലാവുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് സെഷൻ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസിന് എത്ര മാർക്ക് ഉണ്ടായിരുന്നു ശരിക്കും? ഫസ്റ്റ് ഫേസ് വരെ കംപ്ലീറ്റ് ആയിട്ട് ഓൺലൈൻ ആയിരുന്നില്ല ആദ്യത്തെ? ഫസ്റ്റ് ഫേസിന് 91% 91 ഉണ്ടായിരുന്നു. എന്നിട്ട് അതിന് ശേഷമാണ് ആദ്യത്തിന് ഇവിടെ ഓഫ്ലൈൻ ക്യാമ്പസിലേക്ക് വരുന്നത് അല്ലേ? ഓക്കെ, ഓഫ്ലൈൻ ക്യാമ്പസിൽ ശരിക്കും 2 മാസത്തെ കഠിന പ്രയത്നമായിരുന്നു. ഇവിടെ വന്നപ്പോൾ കുറച്ചുകൂടി ഡൗട്ടൊക്കെ സാറുമാരെടുത്ത് പോയിട്ട് ക്ലിയർ ചെയ്യാനും കോൺസെപ്റ്റ് കുറച്ചുകൂടി മനസ്സിലാക്കാനും കഴിഞ്ഞു. ഓക്കെ, അതുകൊണ്ട് കുറച്ച് 97 ആയി. സെക്കൻഡ് ഫേസിൽ 97% ആയി. ഓക്കെ, അപ്പോൾ സൈലത്തിന്റെ ക്ലാസ്സുകളെ കുറിച്ച് ശരിക്കും ആദ്യത്തിന്റെ അഭിപ്രായം എന്താ? രണ്ടും ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും രണ്ടും ഹെൽപ്ഫുൾ തന്നെയാണ്. ഓൺലൈനിലും നമ്മളിപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ തന്നെ ഡൗട്ടൊക്കെ ചോദിച്ചാലും സാറുമാരെല്ലാം പറഞ്ഞ കാര്യം. ഓക്കെ, പ്രൊഫസർ എല്ലാം നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ ഓഫ്ലൈൻ വന്നപ്പോൾ നമുക്കിപ്പോൾ ഇടയ്ക്ക് എങ്ങനെ ഓൺലൈനിൽ പിന്നെ ഒരു ഡൗട്ട് വരുവാണെങ്കിൽ നേരിട്ട് ചോദിക്കാൻ കുറച്ച് പാടായിരിക്കും. അല്ലാതെ ഡൗട്ട് ക്ലിയറൻസ് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വന്നാണെങ്കിൽ സ്റ്റാഫ് റൂമിൽ പോയി അപ്പൊ പിന്നെ ചോദിച്ച് ക്ലിയർ ആക്കും. ഓക്കെ, അപ്പോൾ നമ്മളെപ്പോഴും പറയാറുണ്ട് ജെഇ നമുക്കൊരു 6 മാസം കൊണ്ടുള്ള 6 മാസം മാത്രമാണല്ലോ നമുക്ക് ശരിക്കും ജെഇക്ക് കിട്ടുന്നത്. ഫസ്റ്റ് ഫേസിന് മുമ്പ് 6 മാസമാണല്ലോ കിട്ടുക. ഭയങ്കര സ്ട്രെസ് ആയിരിക്കും, ഭയങ്കര പ്രഷർ ആയിരിക്കും എന്നൊക്കെ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ ആദ്യത്തിന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അത്ര കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. പൊതുവെ ബാക്കിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ജെയുടെ കോച്ചിങ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആണെന്നൊക്കെ കുട്ടികൾ പറയാറുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടില്ല. അപ്പോൾ ജെഇ കോച്ചിങ്ങിന് സൈലം ബെസ്റ്റ് ആണ് എന്ന് ആദ്യത്തിന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബാക്കിയുള്ളവരൊക്കെ കേൾക്കുന്ന പോലെ അത്രയ്ക്ക് സ്ട്രെസ് ഒന്നും ഇവിടെ ഇല്ല, എല്ലാം മനസ്സിലാവുന്നതുകൊണ്ട് ഒരു സാധാരണ രീതി ഇങ്ങനെ പഠിച്ചു പോകും. ഓക്കെ, ഏത് ക്ലാസ് മുതൽ അല്ലെങ്കിൽ എപ്പോഴാണ് ശരിക്കും ആദ്യമായിട്ട് ജെഇ എന്ന് പറയുന്ന ഒരു കാര്യം ആദ്യത്തിന് മനസ്സിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നത് എപ്പോഴാണ്? ഞാൻ +1 കഴിഞ്ഞിട്ടാണ് അറിയുന്നത്. ഓക്കെ, +1 കഴിഞ്ഞ ട്യൂഷന് ചേരാൻ നേരത്താണ് ഇവിടെ ഇങ്ങനെ ഒരു ബാച്ച് ഉണ്ട്, ജെഇ ഉണ്ടെന്നറിയാം. ഓക്കെ, അപ്പൊ അതിന് മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ +1 മുതലേ നല്ല രീതിയിൽ മുന്നോട്ട് പോകായിരുന്നു, അല്ലെങ്കിൽ +1 മുതലേ പോയിരുന്നെങ്കിൽ +1 +2 തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, രണ്ടും കൂടി കൊണ്ടുപോകാൻ പറ്റുമോ. +2 പെട്ടെന്ന് വന്നുകൊണ്ട് എല്ലാം ഒത്തു കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യത്തിന്റെ കൂടെയുള്ള ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ശരിക്കും ഇതിനെ കുറിച്ച് ഈ ജെഇയെ കുറിച്ചോ അല്ലെങ്കിൽ ജെഇ മെയിൻ ഉണ്ട്, ജെഇ അഡ്വാൻസ് ഉണ്ട്, ഈ പരീക്ഷകളെ കുറിച്ചോ ഒക്കെ എന്തെങ്കിലും അറിവുണ്ടായിരുന്നോ? കുറച്ച് പേർക്കൊക്കെ അറിവുണ്ട്. അപ്പൊ ആദ്യത്തിന്റെ ഒരു ഡ്രീം എന്താ? എവിടെ പഠിക്കണം അല്ലെങ്കിൽ ഏത് IITയിൽ പഠിക്കണം എന്നാണ് ആദ്യത്തിന്റെ ഒരു ഡ്രീം? അങ്ങനെ വെച്ചാൽ എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ചെയ്ത് ആളുകൾ എത്താവുന്ന ഏറ്റവും നല്ല സ്ഥലത്ത് എത്താം. ഓക്കെ, അപ്പോൾ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ജെഇ അഡ്വാൻസ്ഡ് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ.
ഓൾ ദി വെരി ബെസ്റ്റ്.